നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. PSC നിയമന തട്ടിപ്പിൽ ശക്തമായ ഇടപെടലിനൊരുങ്ങി ലോക് ഭവൻ. PSC സെക്രട്ടറിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിളിച്ചു വരുത്തി. PSC ചെയർമാന്റെ അറിവില്ലാതെയാണ് സെക്രട്ടറി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പരീക്ഷാ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ സെക്രട്ടറിയോട് ഗവർണർ തേടി. അതേസമയം PSC നിയമന ക്രമക്കേട് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുകയാണ്. കമ്പ്യൂട്ടർ, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവയുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷം PSCയിലെ ഉന്നതരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തെളിവ് ശേഖരണം പൂർത്തിയായ ശേഷം പ്രതികളുടെ പേരുൾപ്പെടുത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകും. KSRTC പ്രിയദർശിനി ബസ്സിൽ മദ്യപിച്ച് ബഹളം വെച്ച യാത്രക്കാരൻ കണ്ടക്ടറുടെ മുഖത്ത് തുപ്പി. കൂറ്റനാട് മല റോഡിൽ വെച്ചായിരുന്നു ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിയായ മദ്യപാനിയുടെ അഴിഞ്ഞാട്ടം. ഒറ്റപ്പാലം പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC പ്രിയദർശിനി ബസ്സിൽ മദ്യപാനിയായ യാത്രക്കാരന്റെ അഴിഞ്ഞാട്ടം. യാത്രക്കിടെ മദ്യപിച്ച് ലക്കുകെട്ടയാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. കൂറ്റനാട്ടിൽ നിന്നും ബസ്സിൽ കയറിയ പെരുമണ്ണൂർ സ്വദേശിയാണ് മദ്യലഹരിയിൽ പരാക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ബസ്സിൽ കയറിയ സമയം മുതൽ ഇയാൾ ബസ് ജീവനക്കാർക്കു നേരെ തെറിവിളിയും ബഹളവും തുടരുകയായിരുന്നു. തുടർന്ന് ഇയാൾക്കിറങ്ങേണ്ട മലറോഡ് സ്റ്റോപ്പിലെത്തിയപ്പോൾ കണ്ടക്ടറുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങിയ ശേഷവും ഇയാൾ റോഡിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. സംഭവത്തെ തുടർന്ന് ബസ് യാത്രക്കാരുമായി 1 മണിക്കൂറോളം വഴിയിൽ കിടന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാരും തൃത്താല പോലീസും ചേർന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പൊതുഗതാഗത ജീവനക്കാർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുള്ളിയെ കൂറ്റനാടെന്ന് ആണ് കയറിയത്. അപ്പോൾ കയറുന്നതിന് മുമ്പ് അവിടെ സ്റ്റോപ്പിൽ ഉള്ള ആൾക്കാരെല്ലാം നമ്മൾ കയറ്റിയതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തായിരുന്നു. അപ്പോഴാണ് പുള്ളി ഓടിക്കൊണ്ട് വന്നത്. അങ്ങനെ ഞാൻ രാത്രിയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വേറെ ബസ്സില്ലാത്തതുകൊണ്ടും പിന്നെ ഞാൻ സിംഗിളടിച്ച് വണ്ടി നിർത്തി ഇയാളോടെ കയറ്റി. അപ്പോൾ കയറ്റിയപ്പോൾ തൊട്ട് പുള്ളി അപമര്യാദ പെരുമാറുകയും ചീത്ത വിളിക്കുകയും ഒക്കെ തുടങ്ങി. പുള്ളി നന്നായി മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മല റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളി ഇറങ്ങുള്ളൂ. ആ സ്റ്റോപ്പ് എത്തിയപ്പോൾ പുള്ളി ഇറങ്ങിയതിന് ശേഷം കാക്കച്ചിൻ്റെ മുഖത്ത് തുപ്പുകയും ഇരുട്ടി ഇറങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞാൽ മല റോഡ് ഇതിൻ്റെ സ്ഥലം ചുണമുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വേണമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച്. നമ്മൾ ഈ സ്ഥിരം ഇങ്ങനെ യാത്രക്കാരെ കുടിയന്മാരെ കാണുന്നത് നമ്മളൊന്നും വലിയ വിഷയമാക്കല്ലോ. ഈ മുഖത്ത് തുപ്പിയോണ്ടുള്ള ഒരു വിഷമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഓണം ഫെസ്റ്റിന് തുടക്കമായി. VK ശ്രീകണ്ഠൻ MP ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും ആരംഭിച്ചു. പട്ടാമ്പി നഗരസഭയുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കാലം നിലനിൽക്കുന്ന ആഘോഷ പരിപാടികൾ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രയാസമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. സർക്കാർ ഏകദേശം 500 കോടി രൂപയാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ട ബോണസും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി കണ്ടെത്തിയിരുന്നു. കേരളത്തിലെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് അപൂർവമായിട്ടുള്ള വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. 14ലധികം നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്നു എന്ന്, അത് മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമാണ്. ഇപ്പോൾ പാവപ്പെട്ടവരെ, സാധാരണക്കാരെയൊക്കെ ചേർത്ത് പിടിക്കാൻ സർക്കാരിനും അതുപോലെ മറ്റ് സംഘടനകൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, വിലക്കയറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓണം നമുക്കറിയാം, കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പ്രമാണം. എല്ലാ പാവപ്പെട്ടവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് യഥാർത്ഥ ഓണാഘോഷം. അതിൽ ജാതിയും മതവും വ്യത്യാസമില്ല. മാവേലി നാടിനും കാലം എന്ന് പറഞ്ഞ പോലെ ഈ നാട് കളവും ചതിയൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ സൗഹൃദവും സന്തോഷവും പങ്കിടുന്ന ഒരു നല്ല കാലത്തെ ഓർമ്മിപ്പിക്കുക. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ അസ്നാനീഫ, കൗൺസിലർമാരായ P വിജയകുമാർ, C സംഗീത, TP ഉസ്മാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, KP റസാഖ്, മറ്റു കൗൺസിലർമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ഒരാഴ്ചക്കാലം വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മേലെ പട്ടാമ്പി നക്ഷത്ര ഏജൻസിക്ക് സമീപത്തെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഓണാഘോഷം ഒരുക്കിയിട്ടുള്ളത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് ഓണാഘോഷം 2026 സംഘടിപ്പിച്ചു. വനിതാ കലാമേള, ഭിന്നശേഷി കലാമേള, വയോജന കലാമേള, വിവിധ കലാസാംസ്കാരിക പരിപാടികൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ തുടങ്ങി വിപുലമായ രീതിയിൽ ഓഗസ്റ്റ് 18 മുതൽ 23 വരെ സംഘടിപ്പിക്കുന്ന തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണാഘോഷം 2026 ഓണം ഫെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ നിഷ TV, KP വിപിലേഷ്, വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ TK സുധീഷ് കുമാർ, TK സുനിൽകുമാർ, കലാമണ്ഡലം ചന്ദ്രൻ, തൃത്തല CDPO രജനി P, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു. കലാപരിപാടികൾ അരങ്ങേറി. അവർക്ക് ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജീവനക്കാരനും അവർക്ക് ഏറ്റെടുത്ത ചുമതല നിർവഹിച്ചുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാതെ വൈകുന്നേരം ഏറെ വൈകിയാണ് ഒരു ജീവനക്കാരൻ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചത്. അങ്ങനെ എല്ലാവരും ഓരോ ജീവനക്കാരനും കൊടുത്ത ഉത്തരവാദിത്വം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുന്നു. ഞങ്ങളുടെ ബോർഡ് 16 പേര് ഞങ്ങളുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഓരോ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുറവുകളുണ്ടായാലും ഞങ്ങൾ അപ്പോൾ കണ്ട് നികത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വളരെ അലസത്തോടു കൂടിയാണ് ഞങ്ങൾ 16 മെമ്പർമാരും ഒറ്റക്കെട്ടായി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 ദിവസങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. വാർത്തയിലേക്ക്. വൃക്ക രോഗികൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ പോക്കുപ്പടിയിലാണ് പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റിന് കീഴിൽ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ അത്യാധുനിക സജ്ജീകരണത്തോടെ 10 ഡയാലിസിസ് മെഷീനുകളാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വലിയ ലക്ഷ്യമാണ് പുതിയ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VD സതീശൻ പറഞ്ഞു. ഇത്തരം സംരംഭങ്ങൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും VD സതീശൻ സൂചിപ്പിച്ചു. മറ്റൊരാളുടെ സങ്കടം അത് നമ്മുടെ കൂടി സങ്കടമാണ് എന്ന് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെ മറ്റൊരാളുടെ സങ്കടം നമ്മുടെ കൂടെ സങ്കടമാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഈ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്ററിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാനാണ്. മറ്റുള്ളവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയുണ്ട് അതിനൊക്കെ പോയാൽ മതി. അതല്ല, ഇതിനുവേണ്ടി സമയം മെനക്കെടുത്തി നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നല്ല ഒരു സ്ഥാപനം തുടങ്ങി അതിനെ ഒരു മാതൃകയാക്കി, സ്റ്റേറ്റിന് തന്നെയുള്ള ഒരു മാതൃകയാക്കി അതിനെ മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ തുടക്കം കുറിക്കുന്നത്. ഞാൻ പറയുന്നു, സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണ ഈ സംരംഭത്തിന്. നമ്മൾ ഈ ബജറ്റിൽ അനുവദിച്ചുകൊണ്ടാണ് വൺ കേരള ഹെൽത്ത് കെയർ എന്നുള്ള സംവിധാനം തുടങ്ങിയിരിക്കുന്നത്. ഒരു ചാരിറ്റി സംവിധാനമാണ് തുടങ്ങിയിരിക്കുന്നത്. ചടങ്ങിൽ പീസ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹംസ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ M ഷംസുദ്ദീൻ, KA തുളസി, MP മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, MLA മാരായ മുഹമ്മദ് മോസിൻ, VT ബൽറാം, P മമ്മിക്കുട്ടി, രമേശ് പിഷാരടി, മുൻ MLA CP മുഹമ്മദ്, KM മുജീബുദ്ദീൻ, മറ്റു ട്രസ്റ്റ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭാ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പട്ടാമ്പി നഗരസഭാ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തിയത്. നഗരസഭാ ഹാളിൽ നടന്ന ഓണാഘോഷ ചടങ്ങ് നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും വിപുലമായ രീതിയിൽ എല്ലാ മലയാളികളും ജാതിമത വർണ്ണവർഗ ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട്. ഈ ഓണാഘോഷത്തിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശവും നമുക്ക് എല്ലാവർക്കും അറിയാം. മാവേലി നാട് പാടിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഒരു മഹത്തായ സന്ദേശം പുതിയ തലമുറകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ അധ്യക്ഷയായിരുന്നു. നഗരസഭാ സെക്രട്ടറി അമലേസ്, ഭരണസമിതി കൗൺസിലർമാരായ TP ഉസ്മാൻ, വിജയകുമാർ, ഗിരിജ, മറ്റു കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തിരുവാതിരക്കളി, വീരനാട്യം, കോൽക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.